ശ്രീലങ്കയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച് പ്രസിഡന്റ് ഗോട്ടബയ രാജപക്ഷെ. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചാണ് യോഗം. രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ ഗോട്ടബയ രാജപക്ഷെ പറയുന്നു. അതേസമയം ശ്രീലങ്കൻ കേന്ദ്ര ബാങ്ക് ഗവർണർ രാജിവെച്ചു. പ്രധാനമന്ത്രി ഒഴികെ ശ്രീലങ്കൻ മന്ത്രിമാർ രാജിവെച്ചതിന് പിന്നാലെയാണ് നടപടി. മന്ത്രിമാരുടെ രാജി പ്രസിഡന്റ് സ്വീകരിച്ചു. ഇതിനിടെ രാജപക്ഷെ കുടുംബാംഗങ്ങളിൽ ചിലർ രാജ്യം വിട്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മന്ത്രിസഭ രാജിവെച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു. It's a melodrama that is being enacted to dupe the people of our country. It's not a genuine effort towards bringing some sort of sanity to our society, some sort of relief to the people of our country. സരുണ ജോസ് വിവരങ്ങൾ പങ്കുവെക്കും. സരുണ, ഒരു സർവകക്ഷികൾ ഉൾപ്പെട്ട മന്ത്രിസഭ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത് ആരാണ്? അതിനോട് പ്രതിപക്ഷ കക്ഷികളുടെ പ്രതികരണം എന്താണ്? രഞ്ജിത്ത്, നേരത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്രീലങ്ക വലയുമ്പോൾ 11 പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്ഷയെ കണ്ട് ഈ ദേശീയ ഐക്യമുന്നണി സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് രാജ്യത്ത് പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഇന്നലെ അടിയന്തരമായി ചേർന്ന ശ്രീലങ്കൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം 26 മന്ത്രിമാരും രാജിവെക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ ഒഴികെയുള്ള 26 മന്ത്രിമാരാണ് ഇന്നലെ രാജിക്കത്ത് നൽകിയത്. രാജി ഇപ്പോൾ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ശ്രീലങ്കയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിലാണ് ഈ ഐക്യമുന്നണി സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ഈ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കുന്നത്. പാർലമെന്റിലേക്ക് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെ പ്രസിഡന്റ് കത്തയച്ച് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൽ ഐക്യമുന്നണി ദേശീയ ഐക്യമുന്നണി സർക്കാർ രൂപീകരണം സംബന്ധിച്ച നിർണായക തീരുമാനമുണ്ടാകും. മന്ത്രിസഭ ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഇതിലുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പ്രധാന പ്രതിപക്ഷമായ SJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ സർക്കാർ നിലപാടിനോട് പ്രതികരണം അറിയിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഈ സജിത് പ്രേമദാസയൊക്കെ സംസാരിക്കുമ്പോൾ ഈ ദേശീയ ഐക്യമുന്നണി സർക്കാർ എന്ന നിർദ്ദേശത്തിന് എതിരായിട്ടായിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. UNP ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് ഈ സർവകക്ഷി സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ മുന്നോട്ട് വെച്ചത്. രഞ്ജിത്ത്, അതാണ് വിവരങ്ങൾ.